ഹായ്. ഭരതനാട്യം നമ്മുടെ സൈജു കുറുപ്പ് നായകനായിട്ട് വന്നിരിക്കുന്ന സിനിമ. മുരളിദാസ് കൃഷ്ണനോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ടറുടെ പേര്. എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ തന്നെയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. എന്തായാലും പുള്ളിയാണ് ഇത് എഴുതിയിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും. ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ നമുക്കറിയാം ഇതൊരു പക്ക ഫാമിലി ഓറിയൻറ്റഡ് കോമഡി എൻ്റർടൈനർ സിനിമയായിരിക്കും എന്നുള്ളത്. പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. പിന്നെ സൈജു കുറുപ്പ് എന്നുള്ള പേര് അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് പോകാനുള്ള പ്രധാന കാരണം സൈജു കുറുപ്പിൻ്റെ മുമ്പ് എന്നുള്ള സിനിമകൾ പോലെ ഒരു മിനിമം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ രസകരമായിട്ടുള്ള സിനിമകളാണ് തരാറുള്ളത്. ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡൊന്നും അല്ലെങ്കിലും നമ്മൾ ഒരുപാട് വയലൻസും അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെ ചിരിപ്പിക്കാൻ കഴിയുന്ന നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമ. അത് പ്രതീക്ഷയാണ് തിയേറ്ററിലേക്ക് പോയിട്ടുള്ളത്. ആ പ്രതീക്ഷയെ ഒട്ടും കുറയ്ക്കാതെ വളരെ നല്ല മികച്ച ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് ഇവർ 2-2.5 മണിക്കൂറിൽ നമുക്ക് തന്നിട്ടുള്ളത്. നല്ല സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര സംഭവമൊന്നും പറയുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് കോമഡി, ഈ കോമഡിക്ക് തന്നെയാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പിന്നെ ഫാമിലിയിലെ കുറച്ച് സംഭവങ്ങളും അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയിട്ടുണ്ട്. അഭിനയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട 2 പേരാണുള്ളത്. ഒന്ന് സൈജു കുറുപ്പ് തന്നെയാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ 3/4 ഭാഗം തോളിലേറ്റ് കൊണ്ടുപോയിരിക്കുന്നത് സൈജു കുറുപ്പ് തന്നെയാണെന്ന് പറയണം. ആ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കഥാപാത്രമാണ് നമ്മുടെ സായ് കുമാറിൻ്റെ കഥാപാത്രം. സായ് കുമാറിന് എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷമുള്ളൊരു തിരിച്ചുവരവാണ്. മാത്രമല്ല പഴയ സായ് കുമാറിൻ്റെ ഒരു പെർഫോമൻസും ആ ഒരു എനർജിയും ഒക്കെ കാണാൻ സാധിച്ചിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അങ്ങനെയാണ് 2 തരം ആ സിറ്റുവേഷൻസിനെ എങ്ങനെ പുള്ളിക്കാരൻ മുന്നോട്ട് കൊണ്ടുവന്നു, അതിനെങ്ങനെ തരണം ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെ അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുക. 2 സംഭവങ്ങളും ഒക്കെ അത് അദ്ദേഹത്തിന് ചുറ്റും പല സംഭവങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും മൈൻഡാക്കാതെയുള്ളൊരു വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു പോക്കുണ്ടല്ലോ, അതൊക്കെ വളരെ നന്നായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇതിൽ ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നായികയായിട്ട് വന്നിട്ടുള്ള ആളുകളാണെങ്കിലും ഇവരുടെ 2 അമ്മമാരുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള 2 പേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചൊരു വൈബുള്ള ക്യാരക്ടേഴ്സായിരുന്നു. അതല്ല ഇതിൽ വന്നിട്ട് എല്ലാ ക്യാരക്ടേഴ്സും ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ അവരുടെ ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് ക്ലൈമാക്സിനോട് അനുബന്ധിച്ച് കുറച്ചൊരു ഇമോഷണലി കുറച്ചൊന്ന് സാഡാക്കി എന്നുള്ളതാണ്. അത് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കഥ അങ്ങനെ വന്ന് ആ എൻഡിൽ ആ ഒരു ഇമോഷൻ എനിക്ക് നന്നായിട്ട് കണക്റ്റായി. പിന്നെ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ആസ്വദിച്ച് കണ്ട സിനിമ തന്നെയായിരുന്നു. കാരണം കൂടുതലും ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളത് ഈ ഫാമിലി ഓഡിയൻസ് തന്നെയാണ്. കുറേ ഫാമിലിയായിട്ട് വന്നിട്ടുള്ള കുറേ ചേച്ചിമാർ അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സിനിമ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഭയങ്കര ഈ പറഞ്ഞ പോലെ റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന, ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ്. ഇടയ്ക്ക് ഇപ്പം സ്ഥിരം തിയേറ്ററിലേക്ക് പോയി സിനിമ കാണുന്ന ആളുകൾ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്ക് അവരുടെ ജോലി തിരക്കും വീട്ടിലെ തിരക്കും ഇതൊക്കെ ഒഴിവാക്കി നിർത്തി ഒരു 2-2.5 മണിക്കൂർ വന്ന് സന്തോഷത്തോടെ തിരിച്ചു പോകുക എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിൽ വരുന്ന കുറേ ഓഡിയൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത സിനിമയാണ്. എനിക്കും പേഴ്സണലി ഒരു എബോ ആവറേജ് ഫീൽ തന്നിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള രസമായിട്ടുള്ള ഒരു സിനിമ. നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു 3.5 ഔട്ട് ഓഫ് 5 ആണ് എൻ്റെ റേറ്റിംഗ്. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ